വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. ഇന്ന് നമുക്കൊരു പാലപ്പം റെസിപ്പി ആയാലോ? ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ഒരു സ്പെഷ്യൽ പാലപ്പം റെസിപ്പി ആവാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ സെൻറ്റർ ഭാഗം നല്ല സോഫ്റ്റും അതുപോലെ തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ പെർഫെക്ഷനോട് കൂടെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ പാലപ്പം ഉണ്ടാക്കാം. പലരും പറയുന്ന കംപ്ലൈൻ്റാണ് പാലപ്പം എത്രയായാലും പെർഫെക്റ്റ് ആവില്ല എന്ന്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇഡ്ഡലി റൈസ് ആണെങ്കിലും കുഴപ്പമില്ല, പച്ചരിയിൽ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. 1 ടേബിൾ സ്പൂണ് ഉഴുന്ന്, അത് ഇങ്ങനെ പൊടിച്ചിട്ടുള്ള ടൈപ്പ് ഉഴുന്നായാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് ഈ അരിയും ഉഴുന്നും കൂടെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് ഒരു 5-6 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ അരിയൊക്കെ നല്ല കുതിർന്ന് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, പൊട്ടിപ്പോകുന്ന വിധത്തിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ അരിയും ഉഴുന്നും ഒരുമിച്ച് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി പഞ്ചസാര നിങ്ങൾക്ക് കുറവ് മതിയെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് തേങ്ങ ചിരകിയതും പിന്നെ 1 ടീസ്പൂണ് ഈസ്റ്റ്, ഞാനിവിടെ നോർമൽ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് നേരിയ ചൂടുവെള്ളമാണ് കേട്ടോ, വല്ലാണ്ട് ഹീറ്റുള്ളത് വേണ്ട, ഒരു നോർമൽ ചൂടുള്ള വെള്ളം. അതോടുകൂടെ തന്നെ ഒരു അരക്കപ്പിലും കുറച്ച് കുറവാണ് ചോറ്, എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമുണ്ട്, ഇനി വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 1.5 ഗ്ലാസ് നോർമൽ ചൂടുവെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മണിക്കൂർ പൊങ്ങാൻ വെക്കാം. അങ്ങനെ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് വെക്കുന്നത് വെച്ചാൽ കുറച്ചും കൂടെ അധികം ടൈം വെക്കേണ്ടി വരും. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ചിലവർ കുറച്ച് നല്ല ക്രിസ്പി കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല, ഓൾറെഡി നല്ല സോഫ്റ്റും അതുപോലെ തന്നെ പുറമെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ വെള്ളപ്പച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഒരു 2 തവി മാവിട്ട് കൊടുത്ത് ഒന്ന് ചുറ്റിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗത്തിൽ കുറച്ച് അധികം മാവ് വേണം, എന്നാലേ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. അങ്ങനെ ചുറ്റിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ നല്ല അടിപൊളി പാലപ്പം റെഡിയായി കിട്ടും. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ ടേസ്റ്റ് തന്നെയാണ്, നല്ല കുറുമയുടെ കൂടെ അതുപോലെ തന്നെ നല്ല വെജിറ്റബിൾ സ്റ്റ്യൂവിൻ്റെ കൂടെ എല്ലാം പെർഫെക്റ്റ്. അതുപോലെ നല്ല എന്താ പറയുക, മീൻകറി, നല്ല മുളകിട്ട മീൻകറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഐറ്റമാണ് നല്ല ചൂടുള്ള അതുപോലെ സെൻറ്റർ സോഫ്റ്റ് ആയിട്ട് പുറമെ ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു പാലപ്പം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ അളവിൽ തന്നെ എല്ലാവരും പാലപ്പം ഉണ്ടാക്കി നോക്കുക, പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും, ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് പാലപ്പവും അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഒരു തിക്ക് മുട്ട സ്റ്റ്യൂ. നമ്മൾ പലപ്പോഴും പല സ്റ്റ്യൂസും കഴിച്ചിട്ടുണ്ട്, പക്ഷെ മുട്ട സ്റ്റ്യൂ ഒരു വേറെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടിട്ട് ക്രിസ്മസിന് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.